വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ ആൽമരം മുറിച്ചു മാറ്റാനുള്ള നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ പരിസ്ഥിതി പ്രവർത്തകർ ഉപവാസം നടത്തി. ഒരു കരാറുകാരന്റെ വീട്ടിൽ രാത്രി ആരോ കാറിൽ വന്ന് വെടിയുണ്ട വർഷിച്ചു. അവിടെ നിർത്തിയിരുന്ന കാറിനെ തുളച്ചു കയറി സിറ്റൗട്ടിലെ ലോഹ നിർമ്മിതമായ സംവിധാനത്തിന് വെടിയുണ്ട തുളച്ചു കയറി. കരാറുകാരൻ തത്സമയം അവിടെ ഉണ്ടായിരുന്നില്ല. അയാളെ ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന തരത്തിലാണ് വാർത്ത കണ്ടത്. ബാലിസ്റ്റിക് വിദഗ്ധന്മാർ വന്നു തിരുവനന്തപുരത്ത് നിന്ന് തന്നെ. ആ തോക്കിന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ അവർ കണ്ടെത്തി. മരത്തിന്റെ അന്തകന്മാരാണ് കുറച്ചു കാലമായി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മരത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത്. നമ്മൾ നേരത്തെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഈ പാതയോരത്തെ തണൽ മരങ്ങളെല്ലാം മുറിച്ചു നീക്കുന്നതിനുള്ള ഒരു നീക്കം ഉണ്ടായപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളടക്കം വന്നുകൊണ്ട് അതിന് ആ മരത്തിന് വിരോധം തീർത്തുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയുണ്ടായി. ഈ മരം വെട്ടിനീക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന്. ആ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രഖ്യാപനത്തിന്റെ ഫലമായിട്ട് ഇവിടെയുള്ള കുറേ മരങ്ങളെങ്കിലും അന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് ഓർക്കാപ്പുറത്ത് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നു ഹർത്താലിന് ഇങ്ങനെയും ഒരു പ്രയോജനമുണ്ട്. ഹർത്താൽ ദിവസമാണ്, ആരും ശ്രദ്ധിക്കുകയില്ല, ആരും പുറത്തിറങ്ങുകയില്ല എന്ന സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ഈ തരത്തിൽ അംഗഭംഗം വരുത്തിയിരിക്കുന്നത്. ആൽമരത്തിന് കീഴെ നടന്ന ഉപവാസം നാരായണൻ പേരിയ ഉദ്ഘാടനം ചെയ്തു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ ആൽമരത്തിന്റെ ശിഖരങ്ങൾ നഗരസഭ മുറിച്ചു മാറ്റിയത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപവാസം.